നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ ചർച്ചാ വിഷയമായ ഒരു വാക്കാണ് ഷെൽ കമ്പനികൾ. ഷെൽ കമ്പനികളെക്കുറിച്ച് ധാരാളം ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടെ നമ്മൾ കേട്ടു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അദാനി ഷെൽ കമ്പനികൾ ഉണ്ടാക്കി വലിയ തട്ടിപ്പ് നടത്തുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നൊക്കെയാണ്. ഈ രീതിയിൽ ഷെൽ കമ്പനികളെക്കുറിച്ചുള്ള ചർച്ച നാലു ഭാഗത്തും കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി ഷെൽ കമ്പനിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിക്കെതിരെ നേരത്തെ തന്നെ ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ ഇതൊന്നും വലിയ വിലപ്പോയില്ല. പക്ഷേ വീണ്ടും ആ കമ്പനിക്കെതിരെ തന്നെ കർണാടക, അതായത് ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ തീർച്ചയായും ആദായ നികുതി വകുപ്പും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ അന്വേഷിക്കേണ്ട കോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ കരുതണം. കാരണം ഈ ഷെൽ കമ്പനികൾ എന്നാൽ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് സാധാരണ നികുതി അടച്ചുകൊണ്ട് നിയമപരമായ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ധാരാളം കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിർണായകമാണ്. ആ കമ്പനികൾ ഇന്ത്യയുടെ GDPക്ക് വലിയ സംഭാവനകൾ നൽകുന്നതാണ്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുന്നതാണ്. ഇത്തരത്തിൽ ധാരാളം കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഈ കോർപ്പറേറ്റുകൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ, കമ്പനികൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില നിയമവിരുദ്ധ സ്ഥാപനങ്ങളും ഈ കോർപ്പറേറ്റുകൾക്കിടയിലുണ്ട്. ഇവയാണ് ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത്. ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ശംഖാണ്, ശംഖിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ശംഖ് ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറമേ നിന്ന് അതിനെ തിരിച്ചറിയാനാവില്ല. അകത്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ പൊള്ള മനസ്സിലാവുകയുള്ളൂ. അതാണ് ഷെൽ കമ്പനികൾ എന്ന് ഇതിന് പേര് വീഴാൻ കാരണം. കമ്പനി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ഈ കമ്പനികൾ അടച്ചുപൂട്ടിപ്പോവുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഈ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. ഈ കമ്പനികളുടെ ആത്യന്തികമായ ലക്ഷ്യം നിയമവിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഷെൽ കമ്പനികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഷെൽ കമ്പനികൾക്ക് വളരെ ചെറിയ മൂലധനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഉണ്ടാകേണ്ട മൂലധനത്തിൻ്റെ തോത് പരിശോധിച്ചാൽ ഷെൽ കമ്പനികൾക്ക് വളരെ നിസ്സാരമായ മൂലധനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വീണ വിജയൻ്റെ കമ്പനിയുടെ പേര് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കമ്പനിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ വീണ വിജയൻ്റെ കമ്പനിയുടെ മൂലധനം എത്രയാണ് എന്ന് നോക്കുക. വെറും 1 ലക്ഷം രൂപ മാത്രമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്പനിയുടെ മൂലധനമാണ് 1 ലക്ഷം രൂപ. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം ഷെൽ കമ്പനികൾ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനികൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ വിജയൻ്റെ കമ്പനിയും അത്തരത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കരുത്, മൈക്രോസോഫ്റ്റ് ഓഫീസും പവർ ബിൽഡറും ടാലിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ എക്സാലോജിക്കാണ് എന്ന് അവർ പറഞ്ഞു കളയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരോട് പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അതാണ്. ഇനി BMW-യും ബെൻസും ഉണ്ടാക്കുന്നത് എക്സാലോജിക്കാണ് എന്ന് അവരോട് പറഞ്ഞാൽ അതും അവർ പാടി നടക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് ഉൽപ്പന്നങ്ങളോ സർവീസുകളോ ഒന്നും ഈ കമ്പനികൾ കൊടുക്കാറില്ല. വീണ വിജയൻ്റെ എക്സാലോജിക്കും അത് നൽകാറില്ല. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. മൂന്നാമത്തേത്, ഉയർന്ന വരുമാനം ഉണ്ടാകും ഈ കമ്പനികൾക്ക്, ഉയർന്ന നീക്കിയിരിപ്പും ഉണ്ടാകും. വീണ വിജയൻ്റെ കമ്പനിയുടെ വരുമാനം സംബന്ധിച്ചത് ഈ രേഖകളിലുണ്ട്. അത് പറയുന്നത് ഒരു വർഷം കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ്, വരുമാനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതിൻ്റെ നീക്കിയിരിപ്പ് എത്രയാണ് എന്ന് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്കുകളും ലഭ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും ലഭ്യമല്ല എന്നാണ് ഈ രേഖകളിൽ പറയുന്നത്. നാലാമത്തേത് ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഷെൽ കമ്പനികളുടെ മാനേജ്മെൻറ്റിന്
ബോർഡിനൊരു പ്രത്യേകതയുണ്ടാകും. സാധാരണ ഇത്തരം കമ്പനികളുടെ മാനേജ്മെൻറ്റുകൾ വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു ബോർഡായിരിക്കും നടത്തുക. അതായത് ഒരു ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറോ ആയിരിക്കും ഈ ബോർഡിനെ നയിക്കുക. ധാരാളം ഡയറക്ടർമാരുണ്ടാകും. ഈ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട വിഷയവിദഗ്ധരും സ്വതന്ത്ര ഡയറക്ടർമാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബോർഡാണ് സാധാരണ രീതിയിൽ കമ്പനികളെ നയിക്കുക. പക്ഷേ ഷെൽ കമ്പനികൾക്ക് ഇങ്ങനെ ഒരു ബോർഡൊന്നും ഉണ്ടാവില്ല. 1-2 പേർ മാത്രമേ ഈ ബോർഡിൽ ഉണ്ടാവുകയുള്ളൂ. ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ 3 പേരുണ്ട്. പക്ഷേ വീണ കമ്പനിയുടെ അല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് നോക്കൂ. ഒരേ ഒരാൾ മാത്രം, വീണ തേക്കണ്ടിയിൽ മാത്രം. ഏറ്റവും അവസാനത്തെ ലക്ഷണം, ധാരാളം ലക്ഷണങ്ങളുണ്ട്, 5 ലക്ഷണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതായത് നിയമവിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ നടത്തുക, ആ പ്രവർത്തനങ്ങൾ നടത്തി ചില കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക, അങ്ങനെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അടച്ചുപൂട്ടുക. ഇതിന് ഡോർമെൻ്റ് ആക്കുക എന്നാണ് ഈ ഒരു രംഗത്തുള്ള ടെർമിനോളജി എന്ന് പറയുന്നത്. ഡോർമെൻ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 455 അനുസരിച്ച് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ, നിയമവിരുദ്ധമായ ആ ഉദ്ദേശ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഡോർമെൻ്റ് സ്റ്റാറ്റസിലേക്ക് ഈ കമ്പനികൾ പോവാറാണ് പതിവ്. ഇനി വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കുക. ഡോർമെൻ്റ് ആണ്. സെക്ഷൻ 455 അനുസരിച്ച് ഈ കമ്പനിയും ഡോർമെൻ്റ് ആണ്. ഇങ്ങനെയുള്ള പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉടായ്പ് കമ്പനി അല്ലെങ്കിൽ ഷെൽ കമ്പനി എന്ന് തന്നെ പറയാവുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് കേരള സമൂഹത്തിൽ വലിയ വലിയ ന്യായീകരണങ്ങളും ചർച്ചകളും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഷെൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷെൽ കമ്പനികൾ രൂപവൽക്കരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താനാണ്. ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മകനോ മകൾക്കോ ഒക്കെ ഷെൽ കമ്പനികൾ ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ യോഗ്യത ഇല്ല. പക്ഷേ വീണ വിജയൻ്റെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നമ്മളിങ്ങനെ വെറുതെ ചർച്ച ചെയ്ത് സമയം കളയുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.